ഇതെന്താ സോഫ്റ്റ് പഞ്ഞി സാധനം? ഇതാണ് കസ്റ്റർഡ് മിൽക്ക് ബൈറ്റ്സ്. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. എന്നാൽ നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പാൽ ആദ്യം ഒരു 500 ml ഒരു പാത്രത്തിൽ ഒഴിക്കുക. അതിൽ കണ്ടൻസ് മിൽക്ക് ഇടുക 5 ടേബിൾ സ്പൂൺ. എന്നിട്ട് നമ്മുടെ ഒരു കപ്പിൽ ഒരു 5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് ആ പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ച് അതിൻ്റെ കട്ടയില്ലാതെ വിസ്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ പാലിൽ ഇച്ചിരി വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഉണ്ടാക്കി മതി കേട്ടോ, ഇല്ലെങ്കിൽ ഓപ്ഷണലാണ്. എന്നിട്ട് നമ്മുടെ ആ കലക്കി വെച്ച കസ്റ്റർഡ് പൗഡറിൻ്റെ ഇതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഓയിൽ തടവിയിട്ട് അത് ചെറു ചൂടായതും അതിനെ ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റെഫ്രിജറേറ്ററിൽ 1.5 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്യുമ്പം ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇനി ഒരു സംഭവം കൂടെ ബാക്കിയുണ്ടേ. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുക, അതിൽ ഇച്ചിരി പാൽപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഓരോരോ ബൈറ്റ്സിനെയും നമുക്ക് അതിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കാം. മീൻസ് ജസ്റ്റ് ഇങ്ങനെ പുരട്ടിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം.